അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ആ അധികാരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അധികാരം കർത്താവിൽ നിന്ന് പ്രാപിച്ച് നാം മുൻപോട്ട് പോകണം. അതിന് ദൈവമക്കൾ യുദ്ധം ചെയ്യുവാൻ പഠിക്കണം, മല്ലയുദ്ധം ചെയ്യുവാൻ പഠിക്കണം. ഇപ്പോൾ ദൈവസഭയ്ക്ക് എതിരായി എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ആ ശക്തിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2 തെസ്സലോനി 2:7 മുതൽ വായിച്ചാൽ. 2 തെസ്സലോനി 2:7 മുതൽ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വായിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഭവിക്കും. ഇവിടെ ഈ ഒടുവിലത്തെ കാലത്ത് അധർമ്മശക്തി വളരെ ശക്തിയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-2 കൂടെ വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 13-1-2 വായിച്ച. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജാമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ശ്രദ്ധിക്കണേ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശക്തിയാണ് ഈ 10 കൊമ്പും 7 തലയുമുള്ള മഹാമൃഗം. 17-ാം അധ്യായത്തിൽ വരുമ്പോഴും ആ മഹാമൃഗത്തെ കാണുന്നു. ആ മൃഗാമൃഗത്തിൻ്റെ മേളിൽ ഒരു വലിയ സ്ത്രീ ഇരിക്കുന്നു. അവളിൽ അതിനൊരു പാനപാത്രമുണ്ട്. ഇതാണ് ഇന്നത്തെ ദൈവസഭയിൽ കയറി അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ദൈവജനത്തെ ശരിയായ ഉപദേശത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് പോകുന്ന ശക്തി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. ഈ ശക്തിയാണ് അത്ഭുതങ്ങൾ നടത്തുന്നത്. കടഭാരമെല്ലാം മാറ്റുന്നു, വേദനകളെല്ലാം മാറ്റുന്നു, എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം മാറ്റി വിടുതൽ നൽകുന്നു. പ്രിയമുള്ളവരെ, ദൈവമക്കൾക്ക് വിടുതലല്ല വേണ്ടിയത്, ദൈവമക്കൾക്ക് വേണ്ടിയത് കൃപ. നമ്മൾക്ക് സംഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടെ മാത്രമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 27, 28, 29 വായിക്കുമ്പോൾ ദൈവം നമ്മളെ അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ കയ്യിലാണ്, യേശുവിൻ്റെ കയ്യിലും പിതാവിൻ്റെ കയ്യിലും. ഈ കയ്യിൽ നിന്ന് ആർക്ക് പിടിച്ചു പറിക്കാൻ കഴിയും? നമ്മൾക്ക് ശോധന വരുമ്പോഴും ദൈവം നമ്മളെ തൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ശോധന കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിടുതലല്ല വേണ്ടിയത്. കർത്താവേ, നീ എന്നെ ശുദ്ധീകരിച്ച് നിന്നെ പോലെ ആക്കണമേ. അപ്പോൾ ഇപ്പോഴൊരു സ്പിരിറ്റ് വളരെ ശക്തിയോടെ ദൈവസഭയിൽ കടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിത് അനുഭവിച്ചതാണ്. ഒരു പ്രാവശ്യം കോട്ടയത്ത് പള്ളത്ത് വലിയ യോഗം നടന്നുകൊണ്ടിരിക്കുക. കുറഞ്ഞൊരു 15,000 ആളുകളുണ്ട്. വലിയ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറൊരാൾ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യുകയാണ്. 3-ാമത്തെ ദിവസം ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ലൈനിൽ തന്നെ ഒരു സഹോദരി വീൽ ചെയറിലിരിക്കുകയാണ്. തലപോലും പുറകിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തലപോലും അനക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരും ആത്മാവിൽ സന്തോഷിച്ച് ഹല്ലേലൂയ പാടുമ്പോൾ ഈ സഹോദരി അങ്ങിക്കുമ്പോൾ ഞാൻ സഹോദരിയോട് ചോദിച്ചു, മലയാളത്തിൽ ചോദിച്ചു, ഓടണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരിക്ക് തലയനക്കാൻ ഇങ്ങനെയൊന്ന് വാതുറന്ന് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി ഓടാൻ പറഞ്ഞു. ആ ആളുകളുടെ മധ്യത്തിൽ കൂടെ ഓട്ടനെ ആ സഹോദരി എഴുന്നേറ്റ ഒരു ഓട്ടം
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത്, പിന്നെ മനസ്സിലായത് ഒരു പാസ്റ്ററുടെ ഭാര്യയായിരുന്നു, 18 വർഷമായിട്ട് വീൽ ചെയറിലാണ്. അപ്പോൾ ഈ അത്ഭുതം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷം പോലെ തന്നെ, ഏതോ ഒന്ന് ചെയ്തല്ലോ എന്ന്. അന്നേരം ഒരു വലിയ അഭിഷേകം എൻ്റെ മേലോട്ട് ഇങ്ങോട്ട് വന്നു. ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത വലിയൊരഭിഷേകം. എൻ്റെ കൈയും കാലും അങ്ങ് വിറയ്ക്കുകയാണ്, അങ്ങ് ഭയങ്കര അഭിഷേകം. അതോടുകൂടി ഒരു ശബ്ദം, പ്രീച്ച് ദ കമ്പാഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ ദയയെക്കുറിച്ച് പ്രസംഗിക്കുക. അങ്ങ് എനിക്ക് സഹിക്കാൻ വയ്യ. ആളുകളിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൂടെ തർജ്ജമ ചെയ്യുന്നവനുമുണ്ട്. 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്ത് നിന്നൊരു ചെറിയ ശബ്ദം, അത്ഭുതം നടത്തണോ ശിഷ്യരാക്കണോ? ഉടനെ ഞാൻ പറഞ്ഞു, ശിഷ്യരാക്കണം. ഉടനെ അഭിഷേകം അങ്ങ് വിട്ടുപോയി. അത്ഭുതം നടത്താനുള്ള അഭിഷേകം വന്നു. അന്നേരം വേറെ പുറമേ അകത്തു നിന്നൊരു ശബ്ദം, എന്താണ്? ശിഷ്യരാക്കണോ. അപ്പോൾ അത്ഭുതം നടത്താനുള്ള അഭിഷേകം ആരാകുന്നത്? ഈ 10 കൊമ്പും 7 തലയുമുള്ള പുള്ളിക്കാരൻ്റെ അഭിഷേകമായിരുന്നു. എങ്ങനെയെങ്കിലും അത്ഭുതങ്ങൾ നടത്തി മുൻപോട്ട് പോകാൻ. കർത്താവ് അത്ഭുതം നടത്താനല്ല നമ്മളെ വിട്ടത്, ശിഷ്യരാക്കിയാണ്. അന്നേരം തന്നെ ആ ശക്തി വിട്ടുപോയി. ഇതിനു മുൻപ് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ വന്നത്? ദൈവകൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച 5 ഇടത്ത് മരിച്ചവരെ കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര കുരുടർ, 100 കണക്കിന് കുരുടർ കണ്ടിട്ടുണ്ട്, ചീടർ കേട്ടിട്ടുണ്ട്, മുടന്തർ നടന്നിട്ടുണ്ട്. അന്നേരമെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഒരു തകർച്ചയാണ്. എൻ്റെ ദൈവമേ, അയോഗ്യനായി എന്നിൽ കൂടി ഇത് ചെയ്തല്ലോ. എന്നാൽ ഇവിടെ ഇത്ര ആൾക്കൂട്ടത്തിൽ ഈ സഹോദരി എഴുന്നേറ്റ് ഓടിയപ്പോൾ ഞാനേതോ ചെയ്തെന്നൊരു ഭാവം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. ഞാനേതോ ചെയ്തെന്നൊരു സന്തോഷം. അന്നേരമാണ് മറ്റേ പുള്ളിക്കാരൻ കയറി അഭിഷേകം ചെയ്തത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അനേക ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച് അത്ഭുതം നടത്തുന്ന ചിലർ എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് അവരെ അങ്ങനെയുള്ള ആത്മാക്കളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളത്തും ആലുവായും ഈ പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങളൊന്ന് ആത്മാവിൽ മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഏതൊക്കെ ശക്തികളാണ് കാര്യം ചെയ്യുന്നത്? അന്ധകാരത്തിൻ്റെ ശക്തി വളരെ ബലത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് സാത്താൻ എങ്ങനെയെങ്കിലും വിശുദ്ധന്മാരെ കൂടെ തകർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങൾ എത്രയാണ് നടന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിവരിക്കാൻ പോകുന്നില്ല, സമയം തീർന്നതുകൊണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, സുവിശേഷത്തിനു വേണ്ടി കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഈ ശക്തികളെ, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളെയും സ്വർലോകിലെ ദുഷ്ടാത്മസേനകളെയും എല്ലാം ഈ പള്ളികളിലും ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെയും ഭരിക്കുന്ന സകല ശക്തികളെയും നമ്മൾ പിടിച്ചടക്കണം. അതിന് നമ്മൾ ആത്മാവിൽ ബലം പ്രാപിക്കണം. അങ്ങനെ ബലം പ്രാപിച്ച് ഒരു ചെറിയ സംഭവം കൂടെ അധിക സമയം എടുക്കുകയില്ല. ഞങ്ങൾ അബഹോറിൽ, പഞ്ചാബിൽ, ഹരിയാനയ്ക്കടുത്തുള്ള രാജസ്ഥാനടുത്തുള്ള അബഹോറിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുക. നല്ല യോഗം, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സഹോദരിമാർ പകൽ ഓരോരോ വീടുകളിൽ ഇങ്ങനെ പോയപ്പോൾ പറഞ്ഞു, ഈ പ്രസംഗം ശരിയല്ല. അവിടെ ഒരു വലിയൊരു ബാബ, വലിയ കേൾവി കേട്ട ഒരാൾ, 10-70 വയസ്സുള്ള ഒരാളാണ്. ഒടുവിൽ അയാൾ പറഞ്ഞ് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. വന്നുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞങ്ങൾ കസേരയൊക്കെ കൊടുത്തു. ഉടനെ പറഞ്ഞു, നീ പറയുന്ന യേശു ക്രിസ്തു മാത്രം ദൈവം, ഇത് ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞാനും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. എനിക്കും നിൻ്റെ യേശുവിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ വെള്ള വസ്ത്രവും നല്ല നല്ല ദാടിയൊക്കെയുള്ള അവിടുത്തെ ആളുകളെല്ലാം വലിയ ആദരിക്കുന്ന ആളാണ്.
വളരെ റഫായിട്ട് എന്നെ ഒരു 10-22 പേര് അവിടെ മുറിയിട്ടു. ഞാൻ പറഞ്ഞു ഞാൻ അവരെല്ലാം അദ്ദേഹത്തെ ബാബ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് പറയാണ് യേശു. ഞാൻ പറഞ്ഞു നിൻ്റെ ഈ കുണ്ടിലീനി ഞാൻ കട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. കുണ്ടിലീനി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും വേറൊരു ദൈവം സ്പിരിറ്റുമായിട്ടുള്ളതായ ശക്തിയെ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു. ഒരിക്കലും ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ നിന്നുള്ള ശക്തിയുമായിട്ട് സമ്പർക്കം മുറിക്കുന്നു എന്ന് പറഞ്ഞു. കാട്ട് ദേത്താ എന്ന് പറഞ്ഞു, ഹിന്ദിയിൽ പറഞ്ഞു. പുള്ളിക്കാരനൊന്ന് ഞെടുങ്ങി വെച്ച് ശക്തിയില്ല. ഉടനെ താഴെ ഇറങ്ങിയിരുന്നു, ഇങ്ങനെ പിടിച്ചിരുന്നു, കൈ വെച്ചിട്ട് ജപം ചെയ്തു. ഒന്നുമില്ല. ഒരു പ്രാന്തനെ പോലെ എഴുന്നേറ്റ ഒരൊറ്റ ഓട്ടം. ഇത്ര പുഴുത്ത ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടും ഓടിച്ചെന്ന് അവിടെ നിന്ന് ഒരു ഒന്നര ഫർലോങ് ഉണ്ട്. അവിടെ വിധമ്പോൾ ഒരു ജെർസി പശു ഉണ്ടായിരുന്നു. നല്ല അളി ചെന്ന് തൊടുകി ആ പശു വീണങ്ങ് ചത്തു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൂടി ഓടി വന്നു, ബാബായെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറയും. എന്താ ഇത്ര വലിയ ശക്തികളെ കെട്ടുവാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. ഇതുപോലെ അതുകൊണ്ട് ഈ ശക്തികളെ കണ്ട് ഭാവിക്കുമല്ല. ഞാൻ ലുധിയാനയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുധിയാന പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സർദാർജി അദ്ദേഹം വന്നിട്ട്, അദ്ദേഹം ഒരു ഓഫീസറാണ്, ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്, സർദാർജിയാണ്. അദ്ദേഹം ഞങ്ങൾ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഇരിപ്പുണ്ട്. പാസ്റ്റർമാരുടെ ഇടയിൽ ഇരുന്നിട്ട് വാദിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരി അമൃത്സറിലെ കോളേജിലെ ലെക്ചററാണ്, അവളെ നീ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാക്കിയത്? ഞാൻ പറഞ്ഞു നിൻ്റെ സഹോദരി ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇല്ല, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നിട്ട് അവളിപ്പോൾ ഗുരുദ്വാരയിൽ വരുന്നില്ല, ഇതാകുന്നില്ല. എന്താ ചെയ്ത്? എനിക്ക് ഈ ശക്തിയുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് അമേരിക്കയിലുള്ളവരെ സൗഖ്യമാക്കുന്നവനാണ്. എനിക്ക് പല ശക്തിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പിതാവിനോട്, അവരുടെ പിതാവ് വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ശക്തിയെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയും. ഞാനപ്പം ഇത് നടക്കുന്നത് കുറഞ്ഞതൊരു 2000-ൽ കൂടുതൽ ആളുകളുണ്ട് സ്റ്റേജിൻ്റെ അടുക്കല്ല. ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇവൻ വെളിയുമേ ആത്മാക്കളുമായ സമ്പർക്കത്തെ ഞാൻ മുറിച്ചു കളയുന്നു. കാട്ടെത്തായെന്ന് പറഞ്ഞു. നല്ല ടൈയും കോട്ടുവിട്ട് വന്നവൻ നേരെ താഴെയോട്ടിരുന്ന് പ്രാന്തനെ പോലെ മണ്ണെടുത്ത് മേപ്പോട്ട് എറിയാൻ തുടങ്ങി. പ്രാന്തനെ പോലെ കിടന്ന് ഇതായി. ഒടുവിൽ അവൻ്റെ ഭാര്യയും അമ്മയും അപ്പനും എല്ലാവരും കൂടെ വന്ന് ഇവനെ എങ്ങനെയെങ്കിലും കിടന്ന് കറങ്ങുക. ഞാൻ പറഞ്ഞു ദൈവമേ ഇവനെ ശാന്തം കൂടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ശാന്തമായിട്ടിരുന്നു. നല്ല കോട്ടിൻ്റെ എല്ലാം വെറും മണ്ണായി, തനി പ്രാന്തനായി. ഒടുവിൽ എൻ്റെ മുറിയിൽ കൊണ്ട് ചോദിച്ചവൻ പറഞ്ഞു 42 ദിവസം ചൈനയിൽ പോയി ഒരു ഗുഹയിലിരുന്ന് കിട്ടിയതാണ് ഈ ശക്തി. അവിടെ പോയി ഉപവാസം എടുത്തിരുന്നതാണ്. അവിടുന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളും എല്ലാം കൂടെ എടുത്തു. ആർക്കെങ്കിലും പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരാത്മനെ, അവൻ്റെ ഭാര്യ പറഞ്ഞു ന്യൂയോർക്കിലുള്ളവരെ ഇവിടെ നിന്ന് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒന്നും ആരോട് പൈസയൊന്നും വാങ്ങിക്കുകയില്ല. അങ്ങനെ ഒരു ശക്തി ഇവൻ്റെ കയ്യിലുണ്ട്. ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, അവനൊടുവിൽ ഏറ്റു പറഞ്ഞു. അവൻ്റെ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്നു, അതെല്ലാം കൊണ്ടുവന്നു. ഇപ്പോഴും ഞങ്ങളുടെ ഓഫീസിൽ അവിടെ വെച്ചിട്ടുണ്ട്. അവന് കർത്താവിനെ രക്ഷിതാവ് സ്വീകരിക്കാനിടയായി. 40 ഇത്രയും ദിവസം ഇരുന്നപ്പോൾ ഇങ്ങനെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതായ ആളുകൾ ധാരാളം എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ഇവിടുത്തെ കേരളത്തിലെല്ലാം കൂടെ ഒക്കെ. അതിൻ്റെ പുറകെയുള്ള ശക്തിക്ക് പുറകെ പോകാൻ ആർക്ക് പ്രേരണയുണ്ട്? പിടിച്ച് കെട്ടണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. ആത്മാവിൽ യുദ്ധം ചെയ്ത്, അല്ലാതെ കുറച്ചൊന്ന് അന്യഭാഷ പറഞ്ഞേച്ച് അങ്ങ് പോകാനല്ല. അതുകൊണ്ട് വീരന്മാർ എഴുന്നേറ്റ് ഇന്ന് സഭകളിൽ അത്ഭുതങ്ങളും പറഞ്ഞ് നടക്കുന്ന ഇങ്ങനെ സ്പിരിറ്റുള്ളവരെ പിടിക്കണം. യഥാർത്ഥ ഉപദേശത്തിന് പകരം ജനങ്ങൾക്ക് സൗഖ്യമല്ല വേണ്ടത്, രക്ഷിതാവിനെയാണ് വേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നല്ല യുദ്ധത്തിനു വേണ്ടി ഈ എറണാകുളത്തും ആലുവയിലും ആരൊരുങ്ങും? കർത്താവേ, നിന്റെ വചനപ്രകാരം സഭകൾ മുൻപോട്ട് പോകത്തക്കവണ്ണം ഈ 10 കൊമ്പും 7 തലയുമുള്ള ആ ദുഷ്ടൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ രീതിയിൽ പിറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയുവാൻ, അതിനെ തടഞ്ഞു നിർത്തുവാൻ ഈ വിടുതലുകാരെല്ലാം പിടിച്ചു നിർത്തണം. ദൈവമക്കൾക്ക് വിടുതലല്ല വേണ്ടിയത്, കൃപ വേണം. കർത്താവേ, ഈ പ്രയാസങ്ങളിലൂടെ നീ എന്നെ എന്ത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? പഠിക്കുവാനുള്ള കൃപ വേണമേ. കാരണം ഒന്നും നമ്മൾക്ക് അന്യായമായി സംഭവിക്കുന്നില്ല. നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കണം. ദൈവത്തിൻ്റെ സകല നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം.
അതിനുവേണ്ടിയാണ് നമുക്ക് പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്നത്. വിടുതലല്ല വേണ്ടിയത്, നമ്മളെ അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതിന് നാം ആത്മാവിൽ ബലമുണ്ടായി. ചില പ്രിയപ്പെട്ടവർ ഒരുങ്ങി മുൻപോട്ട് വന്നാൽ തീർച്ചയായിട്ടും ശത്രുവിനെ ഓടിച്ചിട്ട് സഭകളെ കർത്താവ് വിടുവിക്കും. സാത്താൻ്റെ കയ്യിൽ നിന്ന്, ഈ അന്ധകാരത്തിൻ്റെ കയ്യിൽ നിന്ന്, അത്ഭുതങ്ങളുടെ ഇന്ന് ജനങ്ങളെല്ലാം വിശുദ്ധിക്ക് വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറണം, അത്ഭുതങ്ങൾ കാണണം, അടയാളങ്ങൾ കാണണം. പ്രിയമുള്ളവരെ, അതല്ല യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാനുള്ളൊരു ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം നിങ്ങൾ കേട്ട വചനത്തിന് മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. വാ തുറന്ന് അല്പനേരം കർത്താവിനെ സ്തുതിച്ചാട്ടെ. സാത്താൻ്റെ ശക്തികളോട് എഴുന്നേറ്റ് പോരാ. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ ഈ ശത്രുവിൻ്റെ ശക്തികളൊന്ന് പോരാടുവാൻ ബലം പ്രാപിച്ചാൽ, ആത്മാവിൽ ബലം പ്രാപിച്ചാൽ, ശത്രുവിൻ്റെ ശക്തികളോട് പോരാടി ജയം പ്രാപിക്കുവാൻ ആത്മാവിൽ ബലം പ്രാപിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബലം പ്രാപിച്ചാൽ, ആത്മാവിൽ ആരാധിച്ചാൽ ബലം വരട്ടെ, ഒരഭിഷേകം വരട്ടെ. ശത്രുവിന്റെ ശക്തികളെ ജയിക്കുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. Shabala bakata na bakata raketa la mahatera dila marada la kadarari de la bara bakata la Shebela badana kadarari de la dina kadarari de la kadarari. Hallelujah. എനിക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എറണാകുളം, ആലുവ, പെരുമ്പാവൂർ ഈ പ്രദേശങ്ങളിൽ ദൈവസഭയെ യഥാർത്ഥ മാർഗം തെറ്റിക്കുന്ന ആ ശക്തിക്കെതിരായി ഒരു 2 മിനിറ്റ് ഒന്ന് ആത്മാവിൽ യുദ്ധം ചെയ്യാം. ആ 10 കൊമ്പും 7 തലയും ഉള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലെന്ന് പറഞ്ഞ് നടക്കുന്ന ശക്തികൾക്കെതിരായി, സഭയ്ക്കുള്ളിൽ കടന്ന് സഭയുടെ ശക്തിയെ ചൂഷണം ചെയ്യുന്ന ശക്തിക്കെതിരായി 2 മിനിറ്റ് ഒന്ന് യുദ്ധം ചെയ്യാം. യുദ്ധം ചെയ്താൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Shabakara balaba katana dilara balaba. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചാൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, പരിശുദ്ധ ദിവസൻ്റെ ഈ സമയത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം. അനുഗ്രഹമായ കർത്താവ്, അതിനെ ശുശ്രൂഷയൊക്കെയും കേൾക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ദൈവം ശക്തമായിട്ട് എടുത്തുപയോഗിച്ച വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട ആളുടെ മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുപകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നേറുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണം. കൂട്ടിക്കൊണ്ടുവന്ന് നിൻ്റെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസനെ കുടുംബമായി ദൈവം ധാരാളമായി സഹായിക്കണം. അനേകർക്ക് ആശ്വാസനും വിടുതലുമായി തീരുവാൻ തക്കോണം. തൻ്റെ ദാസനെ കർത്താവെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെയും കർത്താവ് എടുത്തുപയോഗിക്കണമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാല ശുശ്രൂഷകൾ ഇത്രത്തോളം മാനിച്ചു അനുഗ്രഹിച്ചു സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്തൊരു സ്ഥാനത്ത് മറവി ഞങ്ങളെ മറക്കണം. ഇവിടെ കടന്ന കർത്താവ്
പിതാവെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും എൻ്റെ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനുമേലും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ ഒരുവരെയും ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരോടുകൂടിയും ഇന്ന് രാത്രി വചനം സംസാരിച്ച തൻ്റെ ദാസനോടുകൂടിയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു വാദനം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.